കിന്നരിയായി നിൽക്കുന്ന ആലപ്പുഴയുടെ കടൽ തീരത്ത് 10,000 ലക്ഷങ്ങളായി ഒഴുകുമ്പോ ഇങ്ങ് നിങ്ങളുടെ ഗഡിയിൽ ഈ ജഡിയാറിൽ നിന്ന് മാത്രമല്ല അങ്ങ് കന്യാകുമാരിയിലെ കുളച്ചിലിൽ നിന്ന് വരെ പുരുഷാരം ആർത്തിരമ്പി ആദ്യം കൈത്തോടുകളായി പുഴകളായി ഇരമ്പുന്ന മഹാസാഗരമായി ഫെബ്രുവരി 14 മധ്യാഹ്നത്തിൽ ആലപ്പുഴ നഗരം വീർപ്പുമുട്ടുമ്പോൾ അറബിക്കടൽ തിരമാലയാർക്കുമ്പോൾ സയ്യിദുൽ ഉലമയുടെ പ്രാർത്ഥന കേൾക്കാൻ അല്ലാഹുവേ ഭാഗ്യം നൽകണമേ. ആ മഹാനദി രോഗശമനം നൽകണമേ. വിശുദ്ധിയുടെ ആൾരൂപമായി ജീവിക്കുന്ന സഹാബിയെ പോലെ ജീവിക്കുന്ന മഹാനായ കോയക്കുട്ടി ഉസ്താദിന് അവിടെ വന്നിരുന്ന് ദുആക്ക് നേതൃത്വം നൽകാൻ ആഫിയത്ത് കൊടുക്കണേ റബ്ബേ. സമസ്തയുടെ ആലിമീങ്ങളെ കണ്ണിറയെ പാർക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ പാവികളാണ് റബ്ബേ, പാവങ്ങളാണല്ലോ, അമൽ കുറവാണല്ലോ, ഇബാദത്ത് കുറവാണല്ലോ. പക്ഷേ ഞങ്ങൾ പിടിച്ചൊരു പതാകയുണ്ട്, ഹരിത കുങ്കുമതവള പതാക. അത് കൂക്കോയ തങ്ങൾ പിടിച്ച പതാകയാ, അത് മഹാന്മാര് പിടിച്ച പതാകയാ. ഈ മക്കൾ ദിവസങ്ങളായി ഓടി നടന്നത് അതിനു വേണ്ടിയല്ലേ റബ്ബേ. അതിന്റെ പേരിൽ നീ ഞങ്ങളെ കബൂൽ ചെയ്യണേ റബ്ബേ. ഞങ്ങളുടെ രോഗങ്ങൾക്ക് ശമനം നൽകണേ റബ്ബേ. ഞങ്ങളുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റണേ റബ്ബേ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മക്കത്തോ ദിച്ചാനിലാവേ മദീനത്ത നവായ നൂറേ സല്ലല്ലാഹു അലാ മുഹമ്മദ്. അബ്ദുല്ലാഹ് തൻ്റെ കനിയേ ആമിന ബീപേറ്റ മോനെ സല്ലല്ലാഹു. ഒന്ന് ആവേശത്തിൽ ഗഡിയാർ ആവേശം കൊണ്ട് ജ്വലിക്കട്ടെ. അമ്പിളി തിങ്കൾ നീലാവോ അമ്പരത്തിനാകെ ഒളിവോ സല്ലല്ലാഹു. അലത്തീനാകെയും നേതാ ലോകത്തീനാകെയും താജ പാരിജാതത്തിൻ്റെ പൂവേ പാതിരാവിൻ്റെ നിലാവേ. വഴിയും വെളിച്ചവുമായ ബഹുമാന ഉൾപ്പെട്ട ഉമറാക്കാക്ക് ഗഡിയാറിന്റെ സുന്നി മക്കൾ നൽകുന്ന ആദരം പാണക്കാട് സയ്യിദ് സൈനുൽ ആബിദീൻ ശിഹാബ് തങ്ങൾ സമർപ്പിക്കുകയാണ്. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90-ാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രചരണ യോഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സംസ്ഥയുടെ ആലിമീങ്ങൾ, അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാവട്ടെ. ബഹുമാനപ്പെട്ടവരെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ആധികാരിക സംഘടനയാണ്. ലോകത്ത് മറ്റെവിടെയും കാണാത്ത തരത്തിൽ കേരളത്തിലും
ഈ കർണാടകത്തിലും അതുപോലെ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിലും കേരളത്തോട് തൊട്ടുകിടക്കുന്ന ദ്വീപ് സമൂഹങ്ങളിലൊക്കെ ആ ഇസ്ലാമിക തനതായ രൂപം ഇന്നും നിലനിൽക്കുന്നത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയും അതിൻ്റെ കീഴ് ഘടകങ്ങളുടെയും പ്രവർത്തനമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ നമ്മുടെ പ്രദേശങ്ങളിൽ പരിശുദ്ധ ദീൻ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മാലിക് ദീനാറിലൂടെയും മാലിക് ബിൻ ഹബീബിലൂടെയും അതിനു മുമ്പ് കോഴിക്കോട് വന്ന മുഗീറത്ത് ബിൻ ശുഅബ എന്നുള്ള സ്വഹാബി വര്യന്മാരുടെയൊക്കെ നമ്മുടെ ഇന്ത്യയിൽ മറ്റെവിടെയും എത്തുന്നതിന് മുമ്പ് ഇസ്ലാം മതം ഇവിടെ എത്തിയിട്ടുണ്ട്. അവരിൽ നിന്ന് ഇസ്ലാം പഠിച്ച നമ്മുടെ പൂർവികരായ ആലിമുകൾ നമുക്ക് ഇവിടെ ഇസ്ലാം വേണ്ട രീതിയിൽ പഠിപ്പിച്ചു. മുസ്ലിങ്ങളുടെ പൊതുവായ വിശ്വാസത്തിനെതിരിൽ ബിദ്ഈ ചിന്ത തലക്ക് പിടിച്ച ആളുകൾ ഇവിടെ ഐക്യസംഘം എന്ന തരത്തിൽ സംഘടന രൂപീകരിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സുന്നി ആലിമുകൾ 1926 സംഘടനാ രൂപത്തിൽ ഉണ്ടാക്കിയതാണ് ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതിനു മുമ്പേ 21 മുതലേ നമ്മുടെ ഉലമാക്കൾ സംഘടിച്ചിട്ടുണ്ടെങ്കിലും സംഘടനാ രൂപത്തിൽ ഇത് കൊണ്ടുവന്നത് 1926. അന്ന് മുതൽ വളരെ കെട്ടുറപ്പോടുകൂടി ബഹുമാനപ്പെട്ട നമ്മുടെ സൂഫിയാക്കളും ഉഖ്റവിയായ ആലിമികളുമായ നമ്മുടെ നേതാക്കന്മാർ ഇത് വളരെ നല്ല നിലക്ക് കൊണ്ടുവന്നു. നമുക്കവർ നേതൃത്വം നൽകി. ഇതൊരിക്കലും ഒരാളെ കൊണ്ടും തകർക്കാൻ സാധ്യമല്ല. കാരണം ഇതിൻ്റെ അമരത്ത് അന്നും ഇന്നുമുള്ളത് ഉഖ്റവിയായ ആലിമുകളാണ്, സൂഫിയാക്കളാണ്. അവർ നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത് സിറാത്തുൽ മുസ്തഖീമിലേക്കാണ്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, ചെറുപ്പക്കാരെ, നാം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമുകളുടെ ബാക്കിൽ അവരുടെ കീഴിൽ എപ്പോഴും നാം ഉറച്ചു നിൽക്കും. സമസ്തക്കെതിരെ വരുന്ന ഒരു സംഘടനകൾക്കും നിലനിൽപ്പുണ്ടാവില്ല. കാരണം ഇത് സ്ഥാപിച്ചത് ബഹുമാനപ്പെട്ട സ്ഥാപക പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ബറക്കൽ മുല്ലക്കോയ തങ്ങൾ അവർക്കാണ്. അതുപോലെ വാളക്കുളം അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ്. അതുപോലെ വലിയ വലിയ മഹത്തുക്കളായ വാളക്കുളം അബ്ദുൽ ബാരി മുസ്ലിം, അതുപോലെ ബഹുമാനപ്പെട്ട പറവണ്ണ, അതുപോലെ ഒരുപാട് മഹാന്മാരായ സൂഫിയാക്കളും ഔലിയാക്കളുമായ ആലിമുകളാണ് നമുക്ക് ഇതിനു മുമ്പിൽ സാരഥ്യം വഹിച്ചത്. അതുകൊണ്ട് നമ്മുടെ സംഘടന ഒരിക്കലും തകരുമെന്ന ഒരു വ്യാമോഹം ആർക്കും വേണ്ട. നമുക്ക് മഹാന്മാരായ സയ്യിദന്മാരുടെയും ആലിമുകളുടെയും പ്രാർത്ഥനയുണ്ട്.
അവരാണ് നമ്മെ ഈ സംഘടന നമ്മെ ഏൽപ്പിച്ചത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുന്നുകളെ, നമ്മുടെ ആധികാരിക സംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 90-ാം വാർഷികം അടുത്ത മാസം 2-ാം വാരത്തിൽ ആലപ്പുഴയിൽ നടക്കുകയാണ്. കഴിയുന്നതും എല്ലാവരും അതിൽ പങ്കെടുക്കണം. കഴിയാത്തവർ നിങ്ങളുടെ പ്രതിനിധികളായി തന്നെ മക്കളെയും മറ്റുള്ളവരെയും അവിടത്തേക്ക് അയച്ച് അതിന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്ത് നല്ല നിലക്ക് അത് വിജയിപ്പിക്കണം. അത് നമ്മുടെ ബാധ്യതയാണ്. നമുക്ക് ഇന്ന് കാണുന്ന ഈ നിലക്ക് ഇവിടെ പള്ളികളും മദ്രസകളും മറ്റ് ദീനീ സ്ഥാപനങ്ങളും ദീനീ സദസ്സുകളും ഒക്കെ ഇവിടെ വരാൻ കാരണം നമ്മുടെ പഴയകാലത്തെ സംഘടനാ ബലത്തിലാണ്. അവർ നമുക്ക് ഇസ്ലാമിനെ പഠിപ്പിച്ചു തന്നതുകൊണ്ടാണ്. ഇന്നും ഗൾഫ് നാടുകളിൽ വരെ പല സ്ഥലങ്ങളിലും ഇസ്ലാം അന്യം നിന്നു പോവുകയാണ്. അതിൻ്റെ തനതായ രൂപം പല ഗൾഫ് നാടുകളിൽ പോലും ഇല്ല, മുസ്ലിം രാജ്യങ്ങളിൽ പോലും ഇല്ല. ആ നിലക്ക് ഇവിടെ നമ്മുടെ ഭാഗങ്ങളിൽ ഇസ്ലാം നിലനിൽക്കുന്നുണ്ട് എന്ന് നമുക്ക് അഭിമാനിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇത് മുറുകെ പിടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആദരവായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അവിടുത്തെ സഹാബത്തിനോടും കൂടെ സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.